അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഏറുമാടം. പ്രളയം വന്നപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ എല്ലാം വെള്ളം കയറി വേറൊരു കല്ലിൽ നിന്ന് വേറൊരു കല്ലിലേക്ക് ചാടി പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോർഡുകൾ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടമായിട്ടുള്ള തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. അത്യാവശ്യം നീന്താൻ അറിയാവുന്ന ആളായിരുന്നു എന്നാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയിരുന്നു. ഹേ ഗൈസ്, രാഹുൽ ഹിയർ. വെൽക്കം ടു മൈൽസ് ഓൺ ആക്സിൽ. തൊമ്മൻകുത്തിലാണ് നിൽക്കുന്നത്. തൊമ്മൻകുത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ തൊട്ട് പുറകെ കാണുന്ന, അതായത് ഈ റോഡ് നേരെ ചെല്ലുന്ന മെയിൻ വെള്ളച്ചാട്ടമായിട്ടുള്ള തൊമ്മൻകുത്തിലേക്കാണ്. അതിനുശേഷം നമ്മൾ എൻട്രൻസ് പാസ് എടുത്തതിന് ശേഷമാണ് അകത്തേക്ക് പോകുന്നത്. അതിൻ്റെ അകത്ത് നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഇക്കോ ടൂറിസം മേഖലയാണ്. കൂടാതെ കുറേ മരങ്ങൾ, ചെടികൾ, നിങ്ങൾ ചെറിയ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ബെസ്റ്റ് പ്ലേസ് ആണ്. ഇനി നേരെ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഇതാണ് ഫസ്റ്റ് എൻട്രൻസ്. നമ്മൾ വരുന്ന ഫസ്റ്റ് എൻട്രൻസ് ഇതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ചെറിയൊരു കാർ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ റോഡ് സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. അവിടെ ഫ്രീ ആണ്. ഇവിടെ പേ ആം പാർക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യേണ്ടവർക്ക് റൂമും അവൈലബിൾ ആണ് ഇവിടെ. പെർ റൂമിന് ഏകദേശം ഒരു 1000 റുപ്പീസാണ് എനിക്കറിയാൻ സാധിച്ചത്. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പോകെ പറയാം. അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ വഴിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇനി തൊമ്മൻകുത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. ബാമ്പൂര് തീർത്ത കുറേ ഐറ്റംസ് ഒക്കെ വരാൻ കിട്ടും. കണ്ടില്ലേ, സെറ്റ് സ്ഥലമല്ലേ? ഇതാണ് നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടമായിട്ടുള്ള തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. അതായത് നമ്മൾ ബൈക്കൊക്കെ വെച്ചിട്ട് നേരെ നടന്നു വരുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ഏരിയയിൽ നിന്ന് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാം. ബാരിക്കേഡ് എല്ലാം വെച്ചിട്ടുണ്ട്. അതായത് റിസ്കി ആയിട്ടുള്ള പ്ലേസാണ്. പാറയിൽ വഴുക്കലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ബാരിക്കേഡ് വെച്ചേക്കണത്. നമുക്ക് അപ്പുറത്തോട്ടുള്ള പെർമിഷൻ ഇല്ല. ദൂരെ നിന്ന് ആസ്വദിക്കാമെന്നുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല ഒരു വ്യൂ തരുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. അത്യാവശ്യം വൈബ് പ്ലേസ് തന്നെയാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് റിലാക്സ് ആയിട്ട് ഈ പോർഷനിലൊക്കെ ഇരുന്ന് ഈസി ആയിട്ട് ഈ പ്ലേസ് എൻജോയ് ചെയ്യാം. ഇനി ഇവിടുന്ന് എൻട്രൻസിൽ നിന്ന് പാസ് എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പോകുന്നത്. ഏകദേശം ഒരു 12ഓളം വെള്ളച്ചാട്ടങ്ങൾ കൂടുന്നതാണ് തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ അകത്തോട്ട് ഏകദേശം നമുക്കൊരു 2 കിലോമീറ്ററോളാണ് ഇന്ന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പോഴത്തെ വഴിയൊക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഏകദേശം ഒരു 8-10 കിലോമീറ്ററോളം നമുക്ക് വേണം നല്ല രീതിയിൽ ട്രെക്ക് ചെയ്യാവുന്നൊരു പ്ലേസാണിത്. ബട്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ അത് അവൈലബിൾ അല്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ ടോപ്പിലുള്ള വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ അധികം ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ മെയിനായിട്ട് ഇന്ന് ഈ വെള്ളച്ചാട്ടവും ഏഴുനിലക്കുത്ത്, അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന ഏഴുനിലക്കുത്ത്, അങ്ങനെയുള്ള 2-3 മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പറ്റുവാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് തീർച്ചയായിട്ടും പോകുന്നതാണ്. ഇനി ഈ പ്ലേസ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സൈഡ് നോക്കിയാലറിയാം, ഏകദേശം മണലെല്ലാം വന്ന് നികന്നിട്ടുണ്ട്. അതായത് ഇപ്പം മണലിൽ പാസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും മണൽ കാണുന്നത്. കൂടാതെ ആ പ്രളയം വന്ന സമയത്താണ് ഏകദേശം അത്രയും വൈഡായിട്ട് ലാൻഡ് നമുക്ക് നഷ്ടമായത്. അല്ല, ഇത്രയും വീതിയില്ലായിരുന്നു. ആ കൂപ്പിൻ്റെ ഏരിയ, അതായത് ആ കാട് പിടിച്ച് കിടക്കുന്ന കുറച്ചും കൂടെ വെള്ളം വന്ന് എടുത്തുകൊണ്ട് പോയി. താഴോട്ട് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. നേരത്തെ താഴോട്ട് പെർമിഷൻ ഉണ്ടായിരുന്നു ആൾക്കാർക്ക് കുളിക്കാനൊക്കെ ആയിട്ട്. ബട്ട് ഇപ്പോൾ അവരത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. താഴോട്ട് ഇറങ്ങാൻ പെർമിഷൻ ഇല്ല. സോ നമ്മളിനി തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസത്തിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. ഏകദേശം ബാക്കിയുള്ള വെള്ളച്ചാട്ടങ്ങളും നമ്മൾ ഈ ട്രെക്കിങ്ങും പിന്നെ ഈ പുഴയുടെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പാസ് എടുക്കണം. പാസ് എടുത്തു 80 രൂപയാണ്. മുതിർന്ന ആൾക്കാർക്ക് 40 രൂപ വെച്ച്. അപ്പോൾ 2 പേർക്ക്, ഞാനും സജീറും കൂടെ ഉണ്ട്, 80 രൂപ ആയിട്ടുണ്ട്. കുട്ടികൾക്ക് 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ഏകദേശം നടന്ന് കാഴ്ചകളൊക്കെ കാണാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സൈഡിൽ നിന്ന് നമ്മൾ ഏകദേശം പുഴയുടെ ഈ ഒരു ഗ്യാപ്പിലാണ് നടക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല മഴ വരുന്ന സമയത്ത് നല്ല വെള്ളമാണ് ഇവിടെ. ഏകദേശം ഭയങ്കര ശക്തിയിലാണ് വെള്ളം ഒഴുകുന്നത് ആ സിറ്റുവേഷനിലൊക്കെ. അപ്പോൾ ഇനി പതുക്കെ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടുത്തെ കാഴ്ചകൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പലതരം മരങ്ങളുണ്ട്. അതായത് പല സ്പീഷീസിലുള്ള മരങ്ങൾ വളരെ റെയറായിട്ട് കാണുന്നതും അതുപോലെ തന്നെ അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതും കൊണ്ടാണ് ഇതൊരു ഇക്കോ ടൂറിസം മേഖല എന്നും കൂടി പറയുന്നത്. അതായത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇതുപോലെ വരുമ്പോൾ തന്നെ ചെറിയ ഇവിടെ തന്നെ മറിഞ്ഞു വീണ ഏതോ ഒരു തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടേക്കണ ഒരു ബെഞ്ച് കണക്കുള്ള ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ട്. ഏകദേശം ഞാനിവിടെ ഒരു 10 വർഷം മുമ്പൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് സൈക്കിളും കൊണ്ട് പോകാറുണ്ട്. അന്ന് ഇതുപോലത്തെ ഗാർഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. വളരെ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം.
ഇടയ്ക്ക് ഇവിടെ ഫോറസ്റ്റ് ഓഫീസുണ്ട്, ബട്ട് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഇല്ലായിരുന്നു. അത് ഗ്രാജുവലി ആവാൻ തുടങ്ങിയത് ഇവിടെ കൂടുതലും മരണങ്ങൾ സംഭവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായപ്പോഴാണ്. ഈ പുഴേനെ അറിയാത്തവർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരം അപകടങ്ങൾ സംഭവിക്കാനുണ്ട്. ജീവൻ വരെ പോയിട്ടുള്ള കേസസും ഉണ്ട്. അത് ഒന്നും രണ്ടും അല്ല, നിരവധി. ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങാതെ ഇവിടെ നിന്ന് കാഴ്ചകളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. കാര്യം റൂൾസ് നമ്മൾ വയലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടില്ലേ, ഇപ്പോൾ ശകലം വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ അധികം പ്രഷറിലുള്ള അല്ലെ അത്ര കുത്തി ഒലിച്ചു വരുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടം അല്ല ഇപ്പം. വളരെ കാമായിട്ടാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. നമ്മളിവിടെ മഴയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മലയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നല്ല രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുഴയിൽ വെള്ളം വരും. സോ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇവിടുത്തെ ഡേഞ്ചറായിട്ടുള്ള ചില പ്ലേസുകളിലെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ ഇറങ്ങരുതെന്നും. ഇറങ്ങേണ്ട സമയമുണ്ട്, ഏകദേശം ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആ സമയത്തിൽ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് അത്യാവശ്യം മഴയെല്ലാം മാറുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഇവിടെ അത്യാവശ്യം സേഫായിട്ട് കുളിക്കാം. അപ്പോൾ ഇതുപോലത്തെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് വന്ന് കുളിക്കുകയോ അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ട്രെക്കിംഗ് ഒക്കെ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ക്ലൈമറ്റ് അതാണ്, നല്ല ബെസ്റ്റ് സീസൺ അതാണ്. ബട്ട് ഈ സിറ്റുവേഷനിൽ ഇത് ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുക, അല്ലെങ്കിൽ ഈ നേച്ചറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. റോഡൊക്കെ ഏകദേശം ഈ അവസ്ഥയിലാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ട്രെക്കിങ്ങിൻ്റെ ഫീൽ കിട്ടണ ഈ റോഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു മരം കണ്ടോ, ഏകദേശം ഒരു തൊട്ട പുറകിൽ ഒരു കാട്ടാന നിന്നാൽ പോലും കാണില്ല അതിൻ്റെ അടിഭാഗത്ത്. അത്രയും വലുപ്പത്തിൽ വീതിയിലാണ്. നല്ല ഭംഗിയില്ലേ ടോപ്പിലോട്ട് നോക്കുമ്പോൾ. അതായത് അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ അകത്തേക്ക് നല്ല ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് കിട്ടുള്ളൂ. അത്ര തിക്കായിട്ട് മരങ്ങൾ നിൽക്കുവാണ്. സോ സൺലൈറ്റ് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ അകത്ത് എപ്പോഴും ഒരു തണുത്തൊരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞുതരാം, കുറേ മരങ്ങളുള്ള കാര്യം പറഞ്ഞല്ലോ. പല സ്പീഷീസിൽപ്പെട്ട മരങ്ങളാണ്. നമുക്കത് പലർക്കും അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ചില ആളുകൾക്ക് മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയായിരിക്കും. പിന്നെ നമുക്ക് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്തയിൽ ചില മരങ്ങളിലെല്ലാം, അതായത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ പുതിയതായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യാം ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ. ഉണ്ടോ, പല മരങ്ങളിങ്ങനെ പാർക്കറ്റിൽ നിന്നൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഈ നിരപ്പായിട്ടുള്ള സ്ഥലം കണ്ടില്ലേ, ഞാൻ കുറച്ചും കൂടെ അടുത്തായിട്ട് കാണിച്ചു തരാം. അവിടെ നമ്മൾ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സേഫായിട്ടുള്ള സ്ഥലമാണ്. ഇതുപോലെ പണ്ട് കോളേജിൽ നിന്ന് നേരത്തെ വന്ന കുറച്ച് കുട്ടികൾ, അതിൽ 2 പേര് അവിടെ പോയി കുളിക്കുന്ന സമയത്ത് എങ്ങനെയോ അടിയൊഴുക്കോ എന്തോ സംഭവിച്ചിട്ട് അവർ വളരെ പെട്ടെന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. അന്ന് കുറേ കൂടെ വെള്ളമുള്ള സമയമാണ്. അതാണ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടാണ് അവിടെ പുഴ ഒഴുകുന്നത്. നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നീന്താൻ അറിയാവുന്ന ആളായിരുന്നു എന്നാണ് പറഞ്ഞത്. ബട്ട് ഇവിടുത്തെ കാര്യം, മലയുടെ മുകളിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇവർ കർശനമായിട്ട് ഇവിടെ റെസ്ട്രിക്ഷൻ ചെയ്തേക്കുന്നത്. എങ്ങനെ ഇറങ്ങാൻ പാടില്ലാത്തടത്ത് ഇറങ്ങാൻ പാടില്ല. അതും സീസൺ വൈസാണ്. വെള്ളം കുറയുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല മഴയുള്ള സമയത്തല്ലേ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഈ അടുത്ത കാലത്തൊന്നും പിന്നെ അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. കാര്യം കുറേ കൂടെ റെസ്ട്രിക്ഷൻ വന്നു, കുറേ കൂടെ ഗാർഡുകളുണ്ട് ഇവിടെ, നമുക്ക് ഗൈഡ് ചെയ്യാനൊക്കെ പറഞ്ഞു തരാനൊക്കെ ആൾക്കാരുണ്ട്. സോ അവരെപ്പോഴും വാച്ച് ചെയ്യുന്നുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് നമുക്ക് അധികം റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. അവർ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കണ പോലെ തന്നെ നമ്മൾ വരിക, വളരെ പക്വമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പോവുക. ഈ സ്ഥലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പ്രളയം വന്നപ്പം ഒബ്വിയസ്ലി ഇവിടെ എല്ലാം വെള്ളം കയറിയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോൺക്രീറ്റ് ചെറിയ ചെറിയ പൈപ്പ് വെച്ച് ഫിക്സ് ചെയ്തിട്ടായിരുന്നു ഒരു ബാരിക്കേഡ് കണക്ക് ഒരു റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പോയി. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ വന്ന വഴി കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല നീറ്റാക്കിയിട്ടാണ് അവരിടുന്നത്. അതായത് ഇവിടുത്തെ ഗാർഡുകൾ ഇത് ക്ലിയർ ചെയ്തിടും. അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ബട്ട് നമുക്കത് വരുമ്പോൾ ഒരു നല്ലൊരു ഇമ്പ്രഷൻ കിട്ടുന്ന കേട്ടോ. ഈ പ്ലേസെല്ലാം ഇപ്പോൾ അത്യാവശ്യം വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും കുറേ കൂടെ ബെറ്ററായിട്ട് ഈ പ്ലേസിലൊക്കെ ഇങ്ങോട്ടൊക്കെ ആളുകൾക്ക് ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം കിട്ടും. പിന്നെ ഇവിടെ ഡെഫിനറ്റ്ലി ടോയ്ലറ്റും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. താഴെ വരുന്നിടത്തുണ്ട്, എൻട്രൻസിലുണ്ട്, അതുപോലെ തന്നെ അകത്തുമുണ്ട്. സോ അതുകൊണ്ട് ലേഡീസിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചും കൂടെ അവർക്കും കംഫർട്ടബിളായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാവുന്നതാണ്. ശരിക്കും താഴോട്ട് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. മുകളിൽ ചെല്ലുമ്പം നമുക്ക് കുറച്ച് പുഴയിലോട്ട് ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്റ്റിൽ ഇപ്പം വെള്ളം കൂടുതലായതുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ.
സോ നമുക്ക് ജസ്റ്റ് അവരുടെ പെർമിഷനോട് കൂടി തന്നെ കേട്ടോ നമ്മൾ ഈ പുഴയിലേക്ക് ഇപ്പോൾ ഇറങ്ങണത്. ചേച്ചി പറഞ്ഞിട്ടുണ്ട് പുഴയിൽ ഇറങ്ങരുതെന്ന്. നമ്മളത് അതായത് ചേച്ചി മീൻസ് ഇവിടുത്തെ ഗാർഡാണ്. അതുകൊണ്ട് നമ്മളതെല്ലാം കേട്ടിട്ട് തന്നെയാണ് പുഴയിൽ ഇറങ്ങാത്ത രീതിയിൽ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അത്യാവശ്യം നിങ്ങൾ ഈ മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത മരങ്ങളാണ്. എത്ര മഴ കണ്ടു, എത്ര വെള്ളപ്പൊക്കം കണ്ടു, അതിനൊക്കെ ഇതിനൊരു കണക്കുണ്ടോ എന്നറിയില്ല. അതിൻ്റെ വേരുകളുടെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗി. കണ്ടോ, കൊള്ളാല്ലേ. വെള്ളം കുറയുന്ന സമയത്ത് നമുക്ക് താഴെ, ഞാൻ പറഞ്ഞില്ലേ അപകടം നടന്ന സംഭവം, ആ പ്ലേസിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പുഴ വഴി തന്നെ നമുക്ക് നടന്ന് മുകളിലോട്ട് കയറി വരാനാണ്. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വെള്ളമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അറിയില്ലാത്ത കുഴികളും കാര്യങ്ങളുണ്ട്. പിന്നെ ഒത്തിരി കല്ലുകളുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എത്രത്തോളം ബെറ്റർ ആയിട്ട് ഇതിനെ നടക്കാൻ പറ്റുമെന്ന്. അതുമാത്രമല്ല ഈ വെള്ളത്തിൽ എന്തായാലും നടക്കാൻ പറ്റില്ല. സോ വെള്ളം കുറയുന്നതനുസരിച്ചാണ് ബെറ്ററായിട്ട് ഇതിനെ നമുക്ക് ട്രെക്കിങ് ചെയ്യാൻ പറ്റുക. അല്ല പിന്നെ നമ്മൾ വന്ന വഴിയുണ്ടല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട്. പിന്നെ ഒത്തിരി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ആടുപുലിയാട്ടൻ ജയറാമിൻ്റെ മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇനിയിപ്പോൾ ബോളിവുഡ് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ബിപാഷ ബസും ഒക്കെ അഭിനയിച്ച ഒരു മൂവി, അതിൻ്റെ പേര് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഞാൻ പറയാം. ഒരു വെടിക്കെട്ട് സോങ് ഉണ്ട്, അത് ഈ എഴുന്നേൽക്കുത്തിൻ്റെ അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ട ഒരു മരം കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. തൊമ്മൻകുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് വരുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. നേരത്തെ ഇവിടെ വരുമ്പോഴാണേലും കുറച്ച് നേരം ഇവിടെ വന്നിരുന്നിട്ട് പോകാനൊരു തോന്നുന്ന ഒരു പ്ലേസ് തന്നെയാണിത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഈ ഒരു പ്ലേസിൽ കുറച്ച് നേരം ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ മരങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ആംബിയൻസ് ആയിക്കോട്ടെ. സോ നേരത്തെ ഈ ഒരു പോർഷനിലേക്ക് പോകാൻ പറ്റുമായിരുന്നു നമുക്ക് അതിലേക്ക്. ഇപ്പോൾ എല്ലാം റെസ്ട്രിക്ഷനാണ്. വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് നേരം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലത്തിൻ്റെ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ പ്ലേസിൻ്റെ ഒരു എക്സ്പീരിയൻസ്. സോ ലോക്ക്ഡൗണിന് ശേഷം ഇവിടുത്തെ ബെഞ്ചിൻ്റെ ഒക്കെ സിറ്റുവേഷൻ കണ്ടല്ലോ, കുറച്ച് പരിതാപകരമാണ് സിറ്റുവേഷനൊക്കെ. ഏകദേശം അവരെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മൂവ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെയുള്ള ഫോറസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ ഓഫീസിലെല്ലാം അറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. പിന്നെ ഇവിടെ നേരത്തെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ പ്രവർത്തനം ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. അത് ഏകദേശം ഇതിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷമായിരിക്കും കാണിക്കുന്നത്. ഇതുണ്ടോ, ഒരു ചെരിഞ്ഞൊരു പാറ. അത്യാവശ്യം മഴയൊക്കെ വേണേൽ ഇതിൻ്റെ അടിയിൽ നിന്ന് നനയായിരിക്കാം. കുറച്ച് മുമ്പ് നിന്ന സ്ഥലമില്ലേ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഏറുമാടം. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ പുഴ നല്ല നീളത്തിൽ ഒഴുകുന്ന നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും. സംഭവം പൊളിയായിരുന്നു. നേരത്തെ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ആ വ്യൂ എല്ലാം നന്നായിട്ട് കിട്ടും. മേ ബി കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരത് റെക്ടിഫൈ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. നമുക്കിതെല്ലാം വീണ്ടും പഴയ പോലെ തന്നെ ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ മെയിനായിട്ട് ഈ പുഴയുടെ സൈഡിൽ കൂടെ നടക്കുന്നതിൻ്റെ ഒരു വൈബാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാര്യം നമുക്ക് ഇത്രയും ദൂരം, അതും ഒരു കാടിൻ്റെ ഫീലിൽ നമുക്ക് ഈ പുഴയുടെ സൈഡിൽ കൂടെ നടക്കാം. അതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ഇനി അടുത്തതായിട്ട് ഇനി വരാൻ പോകുന്നത് എഴുന്നേൽക്കുത്താണ്. എഴുന്നേൽക്കുത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടമാണ്. 7 സ്റ്റെപ്പായിട്ടാണ് വെള്ളം താഴോട്ട് വീഴുന്നത്. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. സോ ഇനി എഴുന്നേൽക്കുത്തിലേക്ക് അവിടെ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളും നല്ല ഭംഗിയുള്ളതാണ്. നേരെ ഇനി അങ്ങോട്ടാണ്. ഈ ഒരു മരം കണ്ടോ, നേരത്തെ നമ്മൾ ആ തൊട്ട് മുകളിൽ നിന്ന് കണ്ടില്ലേ, സെയിം അതേ ഒരു ജീനിപ്പെട്ട മരം തന്നെയാണ്. ഇതിൻ്റെ പേര് നമുക്കിവിടെ അടുത്ത എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് ശേഷം അതായത് ഇതിൻ്റെ തൊട്ട് പുറയിൽ ഒരു ആന ഇരുന്നാൽ പോലും കാണില്ല. പൂളടിച്ചേക്കണുണ്ടോ, കള്ളിയങ്കാട്ട് നീലിനെ തറച്ചേക്കണയാ ചുമ്മാതെ. അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇതിൻ്റെ തൊട്ട് മുകളിലുണ്ട്. ഏകദേശം ഒരു 8-10 കിലോമീറ്ററും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു ഏരിയയാണ്. അവർ താഴോട്ട് വന്നിട്ട് അവരാണെങ്കിൽ സ്റ്റേനൊക്കെ എടുക്കുന്നത്. അവരിങ്ങനെ ഇല്ലിയുടെ കമ്പ് ഷാർപ്പാക്കിയിട്ട് ഈ മരത്തിൽ അടിച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് കയറി പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നല്ല പ്യുവറായിട്ടുള്ള തേൻ കിട്ടും, സ്പൈസസ് കിട്ടും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റോക്കൊന്നുമില്ല, ഇപ്പോൾ എല്ലാം അവൈലബിലിറ്റി കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ 1 year ആയി ഓപ്പൺ ആക്കിയിട്ട്, അപ്പം എല്ലാം ഒന്ന് ആയി വരുന്നുള്ളൂ. ഇപ്പോൾ എഴുന്നേൽക്കുത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നു കഴിയുമ്പോൾ പഴയൊരു പാലമാണ്. അതായത് നമുക്ക് ആ വെള്ളത്തിലൂടെ ചവിട്ടാതെ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി അതിൻ്റെ അവസ്ഥയും പരിതാപകരമായി. എല്ലാ സാധനങ്ങളും പോയ കൂട്ടത്തിൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ
വെള്ളച്ചാട്ടം ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? കൊള്ളാം. ഇനി ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ നേരെ എഴുന്നേൽക്കുത്തിലേക്ക് പോകണം. തൊട്ട് മുകളിലാണ്, എല്ലാം അടുത്തടുത്താണ്. പിന്നീട് ട്രെക്ക് ചെയ്ത് പോകുകയാണെങ്കിലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള പല പല കുത്തുകൾ ഇതിൻ്റെ മുകളിലോട്ടുണ്ട്. ബട്ട് ഇപ്പോഴത്തെ വഴിയുടെ കാര്യങ്ങൾ നമുക്ക് ഗാർഡിനോട് ചോദിക്കാം. അതിനുശേഷം പോകാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷമാണെങ്കിൽ നമുക്ക് മാക്സിമം പോകുന്ന അത്രയും ദൂരം കവർ ചെയ്യുക, തിരിച്ചു പോകേണ്ടി വരും. ബട്ട് വരുന്ന ഏരിയ അത്രയും ബെസ്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെയുള്ളൊരു കാര്യം, ഇവിടെ ആനയുടെ ശല്യം ഈ എഴുന്നേൽക്കുത്തിന് തൊട്ട് മുകളിൽ വരെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എഴുന്നേൽക്കുത്തിൻ്റെ താഴെ നമുക്ക് വരുമ്പോഴാണ് ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ രണ്ടാമത് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊന്നുമില്ല. സോ ഫസ്റ്റ് അപായം, അതായത് 6 പേര് മരിച്ചിട്ടുണ്ട്. അടുത്ത് നിങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫൈനലി എത്തിയിരിക്കുകയാണ്. ഹലോ, വൈബല്ലേ, ഒരു രക്ഷയില്ല. ഇത്ര ശക്തിയിലാട്ടോ ഇവിടെ വെള്ളം വീഴണേ. കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ വൈബ്. അതായത് 7 സ്റ്റെപ്പായിട്ടാണ് വെള്ളം താഴോട്ട് വീഴുന്നത്. പിന്നെ ഈ ഏരിയയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. ശരിക്കും ജാനുവരി, ഞാൻ നേരത്തെ പറഞ്ഞ ആ സീസൺ ആവുന്ന ടൈമിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഇപ്പം നേരിട്ട് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. നല്ല തണുത്ത കാറ്റായിട്ട് അടിക്കണേ, അതായത് മിസ്റ്റ് അടിക്കുന്നുണ്ട് കാറ്റിൻ്റെ ഒപ്പം. സൂപ്പർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ 6 പേരോളം മരിച്ചതാണ്. അപ്പോൾ വരുന്നവർ അത്ര ശ്രദ്ധ കൊടുക്കണം. കാര്യം ഏത് സിറ്റുവേഷനിലാണ് പെട്ടെന്ന്, ഇപ്പോൾ ഇറങ്ങുന്നില്ല, ഇവർ ഇറങ്ങാനും സമ്മതിക്കുന്നില്ല. ആരും റിസ്ക് എടുത്തൊന്നും പോകരുത്, അതാണ് എനിക്ക് പറയാനുള്ള ഏക അഡ്വൈസ്. സോ ഇനി നേരെ തേൻകുഴിക്കുത്തിലേക്കാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എഴുന്നേൽക്കുത്തിൻ്റെ തൊട്ട് മുകളിൽ കൂടെ ആണ് തേൻകുഴിക്കുത്തിലേക്ക് പോകുന്നത്. അവിടെ വരെ ഉള്ളൂ നമുക്കിപ്പം അലൗഡ് ആയിട്ടുള്ളത്. വേറൊന്നും കൊണ്ടല്ല, ഒന്നാമത് പുഴയിൽ വെള്ളമാണ്. പിന്നെ റോഡ് മീൻസ് നമുക്ക് പോകേണ്ട ചെറിയ ഒരു പാത്രമേ ഉള്ളൂ. അതൊന്ന് ക്ലിയർ ചെയ്തിട്ടാലാണ് മുകളിൽ വരെ നമുക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ കറൻറ്റ് സിറ്റുവേഷനിൽ ഇതൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം ഇനി എഴുന്നേൽക്കുത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു 100 മീറ്ററും കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേൻകുഴിക്കുത്ത് കിട്ടും. അവിടെ കൂടെയാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആയിരുന്നു. അതായത് ഈ എഴുന്നേൽക്കുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഏറുമാടം സെറ്റ് ചെയ്തിരുന്നത്. അതായത് ഇതിൻ്റെ തൊട്ട് ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് നിന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു കൂടാരം നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് 1 ഇയർ ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒന്നും നടന്നിട്ടില്ല. ആസ് യൂഷ്വൽ സെയിം റീസൺ തന്നെ. അതുകൊണ്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ അല്ലേ താഴോട്ട് നമുക്ക് അവിടെ നിന്നൊരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റ് അത് കുറേ കൂടെ ബെറ്ററായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാറ്. കണ്ടോ, ഈ ചെറിയ നാരോ പാസേജ് ആണെങ്കിൽ കൂടി പ്രോപ്പറായിട്ട് അവർ അടിച്ചു വാരി വൃത്തിയാക്കിയാണ് ഇട്ടേക്കുന്നത്. അത്ര പ്രോപ്പറായിട്ട് കടന്നില്ലേലും നമുക്ക് ചിലപ്പോൾ ഇഴജന്തുക്കളൊക്കെ കയറി ഇരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമുക്ക് ഈസി ആയിട്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നടക്കുകയും ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ വള്ളി കണ്ടോ, ഇതാണ് ഞതമ്പെന്നാണ് ഈ വള്ളിക്ക് പറയണത്. മരം താന്നിയാട്ടോ, നല്ല ഹൈറ്റിൽ പോയേക്കണ ഒറ്റ ഒരു മരം. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എഴുന്നേൽക്കുത്തിൻ്റെ തൊട്ട് മുകളിലാട്ടോ, പരന്നു വരുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഈ വെള്ളച്ചാട്ടം കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പം ഇവരോട് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങണത്. അധികം പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഏരിയ വരെ വരാം. നല്ല ഉരുളൻകല്ലാട്ടോ, പല ടൈപ്പിലുള്ള കല്ലുകളുണ്ട്. കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ മഴയൊക്കെ പെയ്ത് എത്രത്തോളം ശക്തിയിലാണ് വെള്ളം വരുന്നതെന്ന്. അതായത് നല്ല ഇൻറ്റൻസിറ്റിയിലായിരിക്കും മുകളിൽ നിന്ന് വെള്ളം വരുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഗാർഡും എല്ലാവരും അത് തന്നെയാണ് പറയണത്. ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. കുറച്ച് അധികം യെല്ലോ കളറിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ അധികം കണ്ടിട്ടില്ല ആ കളറിലുള്ളത്. ഇതിലെല്ലാം പറന്ന് കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഓരോ മരങ്ങളുടെ വലിപ്പം കണ്ടു ഇത്രത്തോളം വരും. ശരിക്കും ഇങ്ങനെ ഈ പൊത്തിലൊക്കെ ഒരാൾക്ക് കയറിയിരിക്കാം, അത്രയും വലിപ്പത്തിലാണ് മരങ്ങൾ. നല്ല രസമാണ്. ഇനി മുകളിലോട്ട് പോകുമ്പം ഈ ടൈപ്പിലുള്ള പല ടൈപ്പിലുള്ള മരങ്ങളുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തരുന്നത്. കുറേ വള്ളികളുണ്ട്, അതും നല്ല വലിപ്പത്തിലുള്ള നല്ല വള്ളികളോട് കൂടിയ മരങ്ങൾ. അത്രയും ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കിടക്കാനാണ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ജസ്റ്റ് മുമ്പിലോട്ട് പോയി നോക്കാം.
ഇതുണ്ടാവും. ഈ പുഴയുടെ ഇപ്പോൾ ഈ ഒരു പോർഷനിൽ അധികം വെള്ളമില്ല, എന്നാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. ഈ മരമെല്ലാം മഴയത്ത് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്ന മരങ്ങളാണ്. അവിടെ എല്ലാം കാണാം നിങ്ങൾക്ക് ഓരോരോ മരക്കമ്പുകൾ ഇങ്ങനെ ഒടിഞ്ഞും തട്ടിയൊക്കെ നിൽക്കുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയോ? ഇപ്പം ഏകദേശം നമുക്കൊരു കുറച്ച് ദൂരം നമുക്ക് ഈ പുഴ ഒഴുകി വരുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ ഈ മരങ്ങളെല്ലാം നിൽക്കുന്നത്, എസ്പെഷ്യലി ഈ മരം. പിന്നെ ഇപ്പുറത്തെ സൈഡ് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ അപ്പുറം വരെ ആന വരുന്നതാണ്. നമുക്കിപ്പോൾ ഏകദേശം ഇതിന് തൊട്ട് മുകളിൽ വരെ നിന്നപ്പം ആനയുടെ സ്മെല്ലുണ്ടല്ലോ, അറിയുമോയെന്നറിയില്ല, അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട്. അത് നമുക്ക് കിട്ടും. മേ ബി ഇപ്പം താഴെ കാണില്ലായിരിക്കും, തൊട്ട് മുകളിൽ വരുന്നെന്ന് ഗാർഡുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടം വരെ വരുന്നതാണ്. ആന ശല്യമല്ല, ആന അവിടം വരെ ഇറങ്ങി വരാറുള്ളതാണ്. താഴോട്ട് അതിൻ്റെ താഴോട്ട് അധികം ശല്യങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ നമ്മളിനി നിൽക്കുന്ന ഏരിയ തൊട്ട് അങ്ങോട്ട് ശകലം ശ്രദ്ധിക്കേണ്ട കേസുണ്ട്. നമ്മൾ തൊട്ട് താഴെ നിന്നപ്പോൾ കാണിച്ചിരുന്ന മരം കേട്ടോ ഇതൊക്കെ. ജസ്റ്റ് ഒന്ന് മുഖം കഴിയും. ഓ എന്താ തണുപ്പെന്നറിയും. നല്ല ഫ്രഷ് സൂപ്പർ വെള്ളം. ഇപ്പോൾ എഴുന്നേൽക്കുത്തിന്ന് നമ്മൾ തേൻകുഴിക്കുത്തിലേക്കാണ് പോകുന്നത്. ശരിക്കും ഈ കാടും പുഴയൊക്കെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ എല്ലാ പുഴയും എല്ലാ മലകളും എല്ലാ പ്ലേസും ഒരുപോലെ ഫീൽ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ ഒരിക്കലും ഇങ്ങനത്തെ പ്രദേശങ്ങൾ അല്ലെ ഇങ്ങനത്തെ എക്കോ ടൂറിസം ഏരിയകൾ ഒട്ടും എക്സൈറ്റ് ചെയ്തൊന്നും വരില്ല. കാര്യം ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് നമ്മളാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്താണെന്നുള്ളത് നമ്മളറിഞ്ഞ് അത് കണ്ടെത്താനാണ് നോക്കേണ്ടത്. അല്ലാതെ സിമ്പിളായിട്ട് കാണുന്ന ഒറ്റ വ്യൂ പോയിന്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ എല്ലാ പുഴകളും താഴോട്ടാണ് ഒഴുകുന്നത്. എല്ലാ മലകളും ഒരുപോലെ തന്നെയാണ്, നല്ല ഹൈറ്റിലായിരിക്കും നിൽക്കുന്നത്. അവിടെ നമ്മൾ എന്താണ് എക്സൈറ്റ് ചെയ്യിക്കണേ എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അല്ലാത്തവരെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു മല, ഒരു പുഴ, അല്ലെ ഒരു വെള്ളച്ചാട്ടം എന്ന് തന്നെ ഫീൽ ചെയ്യുള്ളൂ. പിന്നെ വഴി ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം കൺജസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇനി അധികം വീതിയില്ല, ചെറിയ നാരോ പാസേജുകളൊക്കെയാണ്. ക്ലിയർ ആയിട്ട് അടിച്ചു വാരിയിട്ടേക്കണോണ്ട് നമുക്ക് ഡീസൻ്റ് ആയിട്ട് അല്ലെ കോൺഫിഡൻ്റ് ആയിട്ട് അവിടം വരെ നടന്നിട്ട് വരാവുന്ന കേസുള്ളൂ, അല്ലെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കേസുള്ളൂ. സോ ഇതാണ് തേൻകുഴിക്കുത്ത്. ഇവിടെയാണ് നമുക്ക് ലാസ്റ്റായിട്ട് വരാൻ പറ്റുന്ന ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലുള്ള സ്ഥലം. ബെസ്റ്റാണ്. അവിടെ വെള്ളം കുറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇറങ്ങി കുളിക്കാം. വളരെ ഈസി ആയിട്ടുള്ള, അടിയെല്ലാം നല്ല മണലായിട്ടുള്ള സ്ഥലമാണ്. വളരെ കംഫർട്ടബിളാണ്. നേരത്തെ വന്ന എക്സ്പീരിയൻസിൽ പറയുകയാണ്. ഇപ്പം കറണ്ട് സിറ്റുവേഷൻ ഇവിടെ അലൗഡ് അല്ല, ബട്ട് എൻജോയ് ചെയ്യാം. നമുക്കിത് കണ്ട് ആസ്വദിക്കാം. കണ്ടില്ലേ, ഇവിടെ കൊണ്ട് തീരുവാണ്. തേൻകുഴിക്കുത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇത് തീരും. നിങ്ങൾ ആ ചെറിയ പാസേജ് കണ്ടോ, അതെ, അതിലെ സൈഡിൽ കൂടെ വഴി വെട്ടിയിട്ടാണ് നമ്മൾ ട്രെക്കിങ്ങിന് പോണേ. വെള്ളം കുറയുന്ന സമയത്ത് പുഴയിൽ കൂടെ പോവാം ഈസി ആയിട്ട്. അധികം പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചും കൂടെ ഫീൽ കിട്ടുന്നത് പുഴയിൽ കൂടെ പോകുമ്പോഴായിരിക്കും. വേറൊരു കല്ലിൽ നിന്ന് വേറൊരു കല്ലിലേക്ക് ചാടി പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് കുറേ കൂടെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. എന്താ പറയുക, കാടിനോട് ചേർന്ന് കുറേ കൂടെ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കൂടെയും പോകാം. കംപ്ലീറ്റ് നമുക്ക് ഒരിക്കലും പുഴയുടെ സെൻറ്ററിൽ കൂടെ പോകാനും പറ്റില്ല. സോ അപ്പോൾ ഇതൊക്കെയാണ് തൊമ്മൻകുത്തിലെ വിശേഷം, തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസത്തിൻ്റെ വിശേഷം. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ട്രെക്കിംഗ് ഒക്കെ ചെയ്യണതിൽ സീസൺ ടൈം, അത് ഏകദേശം മഴയൊക്കെ മാറി ഒരു മാർച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു സിറ്റുവേഷനിലാണ് കുറേ കൂടെ നമുക്ക് പുഴയിലെ വെള്ളം കുറയുമ്പം ട്രെക്കിങ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നല്ല മഴയുള്ളപ്പം ഇതുപോലത്തെ നല്ല വെള്ളച്ചാട്ടങ്ങൾ, ഏകദേശം ഇപ്പം നമുക്ക് 3 വെള്ളച്ചാട്ടങ്ങളിൽ, അതിനകത്ത് തന്നെ 2 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് വന്ന വഴി അറിയാം, നല്ല കാടാണ്, പുഴയുടെ സൈഡിൽ കൂടെയാണ് നടന്നു വരേണ്ടത്. അങ്ങനെ ഒരു ഫീലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഇവിടെ നിരാശപ്പെടുത്തില്ല. ഡെഫിനറ്റ്ലി ഇതൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം മരങ്ങൾ, നമുക്ക് കണ്ട് പരിചയമില്ലാത്ത കുറേ മരങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പല ഷേപ്പിലുള്ള വള്ളിക്കൂടുകളുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ട്രെക്കിംഗ് ഫീലും ഉണ്ട്. ഒന്ന് റിലാക്സ് ആയിട്ട് വന്ന് കണ്ടു പോകാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. പിന്നെ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഗാർഡുകൾ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം ഫോളോ അപ്പ് ചെയ്യുക. അവർ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അപ്പുറം ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത്. അതുപോലെ തന്നെയാണ് ഇവിടെ തോട്ടപ്പുഴുവിൻ്റെ ശല്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന കറണ്ട് പൊസിഷനിൽ അല്ലെ എഴുന്നേൽക്കുത്തിന് മുകളിലോട്ടാണ് കൂടുതലായിട്ട് കാണുന്നത്. കമ്പാരിറ്റീവ്ലി എല്ലാ ഏരിയയിലും ഉണ്ട് ഇത്.
അതുകൊണ്ട് നിങ്ങൾ വരുമ്പം ഉപ്പ് കിഴി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലൈറ്റർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റർ ഓണാക്കിയിട്ട് പുഴു കടിച്ചിരിക്കുന്നിടത്ത് കാണിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പറഞ്ഞു പോകുന്നതാണ്. പിന്നെ താഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കാർ പാർക്കിങ്ങിൻ്റെയും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ തന്നെയുണ്ട്. അതും ഫ്രണ്ടിൽ തന്നെ നമ്മൾ വന്ന പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അവിടെ കുറച്ച് ബാമ്പൂവിലൊക്കെ ചെയ്തേക്കുന്ന കരകൗശല സാധനങ്ങൾ ഐറ്റംസൊക്കെ ഉണ്ട്, ക്യൂരിയോസ് ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതെല്ലാം പർച്ചേസ് ചെയ്യാം. അധികം വലിയ പ്രൈസൊന്നും വരുന്നില്ല. ഇവിടെ താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒബ്വിയസ്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വാഗമണ്ണ്, മൂന്നാർ കണക്ട് ചെയ്ത് പോകാനാണ് താല്പര്യമെങ്കിൽ അതും ഇവിടെ നിന്ന് ചെയ്യാം. കാര്യം റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു റൂമിന് 1000 ഒക്കെയാണ് ആവുന്നുള്ളൂ. പിന്നെ ഫുഡിൻ്റെ കാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടൈമിലാണ് വേണ്ടതെന്നുള്ളത് ആ ടൈമിൽ നിങ്ങൾക്ക് എത്തിക്കും. പിന്നെ ബസ്സിനാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഏകദേശം തൊമ്മൻകുത്ത് കവലയിലാണ് ഇറങ്ങേണ്ടത്. നമ്മുടെ പ്ലേസിൻ്റെ പേരും തൊമ്മൻകുത്ത് കവല എന്നാണ്. ഇത് തൊമ്മൻകുത്ത് വാട്ടർഫാൾസ്. അവിടെ ഇറങ്ങുക. ഏകദേശം അവിടെ ഓട്ടോ സർവീസൊക്കെ ഉള്ളതാണ്. നേരെ നിങ്ങളിവിടെ കൊണ്ടുവിടും. പിന്നെ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പം ഒരു ഏകദേശം നമ്മുടെ അടുത്തുള്ള ഒരു പ്ലേസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് ഇങ്ങോട്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് 30 കിലോമീറ്ററാണ്. സിമ്പിളായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇതിൻ്റെ ഫ്രണ്ട് വരെ എത്തിക്കുന്നതാണ്. വേറെ ഒരു ഡൗട്ടും വേണ്ട. അതുകൊണ്ട് അതും ഈസിയാണ്. കാലിൽ ചെറുതായിട്ട് അട്ട കടിച്ച ഒരു ഫീലുണ്ട്. എനിക്ക് തോന്നുന്നു പലയിടത്തുനിന്നും അതേപോലെ ഉണ്ട്. കണ്ടോ, ഈ സാധനം ഇനിയിപ്പോൾ കുടിച്ച് ഇപ്പോൾ തന്നെ വലുതായിക്കോളും. നമ്മളിപ്പോൾ പറിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ നല്ലൊരു കുഞ്ഞ് ട്രെക്കിങ്, അതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടങ്ങൾ, അല്ലെങ്കിൽ ഒരു പുഴയുടെ സൈഡിലൂടെയുള്ളൊരു നടത്തം, ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും തൊമ്മൻകുത്ത് വിസിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് തൊമ്മൻകുത്തിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ വാഹനങ്ങളെയും യാത്രകളെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ എക്സൈറ്റിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്തേക്കുന്നത് ഇതുപോലെ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള പ്ലേസുകളുണ്ട്, അതുപോലെ തന്നെ ഫേമസ് ആവാൻ പോകുന്ന പ്ലേസുകളുണ്ട്. വീഡിയോ എല്ലാം ചാനലിനകത്തുണ്ട്. ഇടുക്കിയിൽ തന്നെയുള്ള കുറച്ച് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ കമ്പാരിസൺ വീഡിയോസ് എല്ലാം കിടക്കുന്നുണ്ട്, റിവ്യൂസ് കിടക്കുന്നുണ്ട്. താല്പര്യമുള്ളവരെല്ലാം ചാനലിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ പീസ്. കാലിൽ കടിച്ചേക്കണ അട്ടേനെ പറിച്ച് കളയണം. ലൈറ്ററൊന്നും ഇവിടെ കിട്ടിയില്ല. നമ്മൾ നേരെ താഴെ കടയിൽ ചെല്ലുന്നു, ഒരു ലൈറ്റർ മേടിക്കുന്നു, അട്ടേനെ തട്ടുന്നു, വീട്ടിൽ പോകുന്നു. ഇത് വീട്ടിൽ വന്നതിന് ശേഷമുള്ള അവസ്ഥ കേട്ടോ. ഏകദേശം പോകുന്നവരെല്ലാം ശ്രദ്ധിക്കുക. അവിടെ ഇവിടെ എല്ലാം കടിച്ചിട്ടുണ്ട്. ഇത്രയും ചോര എൻ്റെ പോയുള്ളൂ.